ആളുകൾ സാധാരണ പറയാറുണ്ട്, അവന് ഭയങ്കര കഴിവാണ്, പക്ഷെ അവൻ രക്ഷപ്പെടുന്നില്ല. പലരും അങ്ങനെയാണ്. ഒരുപാട് കഴിവുകളുണ്ട്. ചെറുപ്പം മുതലേ അവർ കഴിവ് തെളിയിച്ചവരുമാണ്. പക്ഷെ ജീവിതത്തിൽ രക്ഷപ്പെട്ടതായി കാണുന്നില്ല. എന്താണ് കാരണം? കഴിവുണ്ടായിട്ട് മാത്രം കാര്യമില്ല. ചില കാര്യങ്ങൾ ഒക്കെ ഒത്തുവന്നാലേ ആളുകൾ രക്ഷപ്പെടൂ. അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തത്, ഗോള് വേണം. നമുക്ക് ഗോളുകൾ ഉണ്ടായാൽ മാത്രമേ, നമുക്ക് ലക്ഷ്യങ്ങൾ ഉണ്ടായാൽ മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ പറ്റൂ. അപ്പോൾ ലക്ഷ്യങ്ങൾ എങ്ങനെയാണ് വേണ്ടത്? വെറുതെ ലക്ഷ്യമല്ല. ഷോർട്ട് ടേം ലക്ഷ്യം വേണം, മിഡ് ടേം ലക്ഷ്യം വേണം, ലോങ് ടേം ലക്ഷ്യം വേണം. ചിലർക്ക് ലോങ് ടേം ലക്ഷ്യം വരും, പക്ഷേ മിഡ് ടേമും ഷോർട്ട് ടേമും കാണില്ല. ചിലർക്ക് ഇത് രണ്ടും കാണും, ഷോർട്ട് ടേമും കാണും, മിഡ് ടേമും കാണും, പക്ഷേ ലോങ് ടേം കാണില്ല. ഈ മൂന്ന് രീതിയിലുള്ള ഗോളുകൾ, അതായത് ലക്ഷ്യങ്ങൾ ഉണ്ടെങ്കിൽ രക്ഷപ്പെടാൻ പറ്റൂ. കാരണം നമുക്ക് ദൈനംദിന ജീവിതത്തിൽ ചില കാര്യങ്ങൾ അച്ചീവ് ചെയ്യേണ്ടതുണ്ട്. അത് മാറ്റിയിട്ട്, അത് മറച്ചു വെച്ചിട്ട്, അത് ഒഴിവാക്കിയിട്ട് നമുക്കൊരിക്കലും ലോങ് ടേം ലക്ഷ്യത്തിലേക്ക് പോയാൽ, ലോങ് ടേം ഗോളുകളിലേക്ക് പോയാൽ നമ്മുടെ ജീവിതത്തിൽ നാം രക്ഷപ്പെടില്ല. കാരണം അന്നത്തുള്ള കാര്യങ്ങൾ കഴിഞ്ഞു പോകും. എന്നാൽ ലോങ് ടേമും മിഡ് ടേമും ആയ ലക്ഷ്യങ്ങൾ ഉണ്ടാവുകയും ഇന്നുള്ള കാര്യങ്ങൾ മുടങ്ങിപ്പോവുകയും ചെയ്താൽ അവന് മുന്നോട്ട് കുതിക്കാനുള്ള ഊർജം കിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യണം? ഇന്ന് ചെയ്യേണ്ടത് ഷോർട്ട് ടേം, ഇന്നല്ലെങ്കിൽ ഈ ആഴ്ച നമുക്ക് എന്തൊക്കെ നേടണം, അതിനെക്കുറിച്ചൊരു ലക്ഷ്യമുണ്ടായിരിക്കണം, ഒരു ഗോൾ ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ മിഡ് ടേം, അതായത് നമുക്ക് ഒരു വർഷത്തിനുള്ളിൽ എന്തൊക്കെ നേടണം, അതാണ് മിഡ് ടേം. അങ്ങനെ ഒരു ഗോൾ നമുക്കുണ്ടായിരിക്കണം. പിന്നെ ലോങ് ടേം ഉണ്ടായിരിക്കണം. നമുക്കൊരു 3 വർഷം കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യണം, ഏത് ലക്ഷ്യത്തിൽ നാം എത്തണം, ഞാൻ എവിടെ 3 വർഷം കഴിഞ്ഞ് എത്തണം, എൻ്റെ സ്ഥിതി 3 വർഷം കഴിഞ്ഞ് എന്തായിരിക്കണം, ഇതൊക്കെ നാം എഴുതി വയ്ക്കണം. ഈ ഗോളുകൾ വെറുതെ മനസ്സിൽ പരിധി കൊണ്ട് നടന്നാൽ അത് ഒരിക്കലും അച്ചീവ് ചെയ്യാൻ പറ്റത്തില്ല. ആദ്യം എഴുതി വയ്ക്കണം. ഒരു ബുക്ക് എടുത്ത്, അതൊരു ബുക്ക് തന്നെ വേണം. ഒരു ബുക്ക് എടുത്ത് എൻ്റെ ഷോർട്ട് ടൈം ഗോൾ, എൻ്റെ മിഡ് ടൈം ഗോൾ, എൻ്റെ ലോങ് ടൈം ഗോൾ, ഇങ്ങനെ 3 തരത്തിലുള്ള ഗോളുകൾ എഴുതി വയ്ക്കണം. അതാണ് ലക്ഷ്യത്തിലെത്താനും ജീവിതത്തിൽ രക്ഷപ്പെടാനുമുള്ള ആദ്യത്തെ മാർഗം. ഇനിയുണ്ട് 3 കാര്യങ്ങൾ ചെയ്യണം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പ്ലാനുകൾ വേണം. വെറുതെ ഏട്ടിലെ പശു പുല്ല് തിന്നത്തില്ല. നാം ടേം എഴുതി വെച്ചാൽ അതങ്ങനെ എഴുതി വെച്ചേ ഉള്ളൂ. അതുകൊണ്ട് യാതൊരു അർത്ഥവും ഇല്ല. അതിന് പ്ലാൻ വേണം. അതെങ്ങനെ ആ ലക്ഷ്യം എത്തിച്ചേരാമെന്നുള്ള പ്ലാനുകൾ ഉണ്ടാക്കണം. അപ്പോൾ ഇന്നത്തെ കാര്യം, ഇല്ലെങ്കിൽ ഈ ആഴ്ചത്തെ കാര്യം, ഈ മാസത്തെ കാര്യം, ഷോർട്ട് ടൈം ഗോൾ എനിക്ക് എന്തൊക്കെയാണ് എന്ന് എഴുതിയിട്ട് അതിന് താഴെ അത് കിട്ടാൻ, ആ ലക്ഷ്യത്തിലെത്താൻ എനിക്ക് എന്തൊക്കെ പ്ലാനുകളുണ്ട് അത് എഴുതി വയ്ക്കണം. അതോടൊപ്പം തന്നെ മിഡ് ടേം ഗോളുകളുടെ താഴെ അതെത്തിച്ചേരാൻ ഞാൻ എന്തൊക്കെ ഇന്ന് ചെയ്യണം, ഞാൻ എന്തൊക്കെ നാളെ ചെയ്യണം, അങ്ങനെ എഴുതി വയ്ക്കണം. മൂന്നാമത്തെ കാര്യമാണ് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്, ഇംപ്ലിമെൻറ്റേഷൻ. എല്ലാവർക്കും ഈ ആദ്യത്തെ 2 കാണും, ഗോള് കാണും, അതിനുള്ള പ്ലാനുകൾ കാണും, പക്ഷേ അത് ഇംപ്ലിമെൻ്റ് ചെയ്യില്ല. നമുക്ക് ഒരു എത്ര ഗോളുണ്ടെങ്കിലും എത്ര പ്ലാനുകൾ ഉണ്ടെങ്കിലും അത് ഇംപ്ലിമെൻ്റ് ചെയ്യാതിരുന്നാൽ ഒരിക്കലും നാം ഗോളുകളിൽ എത്തിച്ചേരത്തില്ല. ഓട്ടോമാറ്റിക്കലായിട്ട് ആകാശത്ത് നിന്ന്, അന്തരീക്ഷത്തിൽ നിന്ന് വന്ന് നിങ്ങളുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ ആരും നിങ്ങളെ സഹായിക്കത്തില്ല. താൻ പാതി ദൈവം പാതി എന്ന് പണ്ടുള്ളവർ പറയാറുണ്ട്. നാം നമ്മുടെ ജോലി ചെയ്താൽ മാത്രമേ, നമ്മുടെ പകുതി ജോലി ചെയ്താൽ മാത്രമേ ബാക്കിയുള്ള പകുതി ദൈവം ചെയ്യും. അതുകൊണ്ട് നിങ്ങൾക്ക് ഇംപ്ലിമെൻറ്റേഷൻ രംഗത്ത് കൂടി വേണം. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം ഒന്നുകൂടി ഷോർട്ടായിട്ട് പറയാം. ഒന്നാമതായിട്ട് നമുക്കൊരു ഗോൾ വേണം. അത് ഷോർട്ട് ടൈം വേണം, മിഡ് ടൈം വേണം, ലോങ് ടൈം വേണം. രണ്ടാമതായിട്ട് ഈ ഗോളുകൾ എത്തിച്ചേരാനുള്ള പ്ലാനുകൾ വേണം. മൂന്നാമതായിട്ട് ഈ പ്ലാനുകൾ അനുസരിച്ച് ഇംപ്ലിമെൻ്റ് ചെയ്യണം, പ്രവർത്തിക്കണം. ഇതെല്ലാം എഴുതി വയ്ക്കണം. അതാണ് പ്രധാനം. എഴുതി വെച്ച് ഇംപ്ലിമെൻ്റ് ചെയ്യണം. എല്ലാവർക്കും നല്ലൊരു ലക്ഷ്യവും ആ വിജയവും എല്ലാം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു.